വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ഐശ്വര്യ. ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റേഷൻ നൽകുന്ന ഒരു എക്സാമാണ് അല്ലേ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ SSC നടത്തുന്ന എക്സാമുകൾ. അപ്പോൾ SSCയുടെ കീഴിൽ നമുക്കറിയാം ഡിഗ്രി ലെവൽ യോഗ്യതയുള്ളവർക്ക് വേണ്ടിയിട്ട് CGL എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് അല്ലേ. ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് CGL എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. +2 ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും എഴുതാൻ പറ്റിയ CHSL എന്ന് പറയുന്ന എക്സാം ഉണ്ട്. അതുപോലെ തന്നെ 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റിയ MTS എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. ഈ 3 എക്സാമുകളാണ് മെയിനായിട്ട് നടക്കുന്നത്. അതല്ലാതെ യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് 10ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പോലെയുള്ള GD എക്സാമും കോമൺ ആയിട്ട് കുട്ടികൾ എഴുതുന്ന എക്സാംസ് ആണ്. ഇതല്ലാതെ തന്നെ മറ്റൊരുപാട് എക്സാമുകൾ SSCയുടെ കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കുട്ടികൾ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് കാണുന്നത്. ഈ പരീക്ഷകളിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമുകൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും SSC MTS ആണ്. 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്കാണ് ഈ പരീക്ഷ എഴുതാൻ പറ്റുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും ഈ പരീക്ഷ എഴുതാം. മിനിമം നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉണ്ടാവണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. നിങ്ങളൊരു ഡിഗ്രി ഹോൾഡർ ആണെങ്കിലും നിങ്ങൾക്ക് ഈ പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. CGL ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ മാത്സിനോ അല്ലെങ്കിൽ എന്താ പറയുക റീസണിങ്ങിലൊക്കെ കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് കുറഞ്ഞ ആൾക്കാർക്ക് എനിക്ക് മാത്സ് പണ്ടേ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ആൾക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് MTS എന്ന് പറയുന്നത്. CGLൻ്റെ പോസ്റ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ MTSൻ്റെ പോസ്റ്റുകൾക്ക് സാലറിയിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മുടെ കേരള PSC ഒക്കെ എഴുതി കിട്ടുന്ന ജോലികളുടെ സാലറി ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഹാൻസ് സാലറി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ MTS എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, അതിൻ്റെ സിലബസ് എന്താണ്, ഇതിന് കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം, ഇനിയുള്ള 4-5 മാസം കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് MTSൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മറ്റ് CGL CHSL എക്സാമുകളെ വെച്ച് നോക്കുമ്പോൾ MTS എളുപ്പമാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം CGLും CHSLും ഒക്കെ 2 ടയറുകളിൽ നടത്തുന്ന എക്സാമാണ്. അതായത് ഒരു എക്സാം കഴിയുന്നു, അതിൻ്റെ മാർക്ക് എടുക്കുന്നു, അതിൽ നിന്ന് കുറച്ച് ആൾക്കാരെ നമ്മൾ സോർട്ട് ചെയ്യുന്നു, അവരെ വെച്ചിട്ട് രണ്ടാമതൊരു എക്സാം നടത്തുന്നു. അതുപോലെ തന്നെ ഈ CGLനും CHSLനും ഒക്കെ മാത്സിനും റീസണിങ്ങിനും ഇംഗ്ലീഷിനും GKക്കും എല്ലാം ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻസും ഉണ്ട്. പക്ഷേ MTSലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്കൊരു സിംഗിൾ സ്റ്റേജ് എക്സാം മാത്രമേ ഉള്ളൂ. എന്തേ ഉള്ളൂ? ഒരു സിംഗിൾ സ്റ്റേജ് എക്സാം മാത്രമേ ഉള്ളൂ. 10ാം ക്ലാസ് മതി അല്ലേ, 10th ക്വാളിഫിക്കേഷൻ മതി എന്ന് നമ്മൾ പറഞ്ഞു ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മാത്സിന് ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം എന്താണെന്നൊരു കാര്യം ചെയ്യാം, ഞാൻ കൃത്യമായിട്ട് എക്സാമിൻ്റെ പാറ്റേൺ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തായാലും സിംഗിൾ സ്റ്റേജ് എക്സാം ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റിയ ഒരു എക്സാമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ എക്സാം എപ്പോഴാണ് നടക്കുക, ഇതിൻ്റെ സിലബസ് എന്താണ്, എങ്ങനെയാണ് കൃത്യമായിട്ട് ഇതിന് വേണ്ടി പഠിക്കേണ്ടത്, അതിൻ്റെ സ്ട്രാറ്റജി എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം CGLനും CHSLനും പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ചെറിയ മാറ്റം വരുത്തുമ്പോഴാണ് നിങ്ങൾക്ക് MTS എക്സാം ഏറ്റവും നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ MTS അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് എക്സാം ആൻഡ് ഹവാൽഡിയർ ആണ് വരുന്നത്, CBIC CBCN. അപ്പോൾ ഇതിൻ്റെ ടയർ 1 എക്സാമിനേഷൻ ഇപ്പോൾ SSCയുടെ കലണ്ടർ പ്രകാരം പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 26-നായിരിക്കും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡേറ്റ് എൻഡ് ചെയ്യുന്നത് ജൂലൈ 25-നായിരിക്കും. എക്സാം ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടക്കും. ഇത്രയുമാണ് നമുക്കിപ്പോൾ തന്നിട്ടുള്ള ഇൻഫർമേഷൻ. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ ജൂണിലേ വരൂ. പക്ഷേ SSCയുടെ കാര്യം നിങ്ങൾക്കറിയാം, എല്ലാ വർഷവും കൃത്യമായിട്ട് അവരൊരു കാലണ്ടർ ജാനുവരിയിലൊക്കെ തന്നെ പബ്ലിഷ് ചെയ്യും. അതനുസരിച്ച് എല്ലാ എക്സാമുകളും ഏകദേശം പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ തീർക്കും. റിസൾട്ട് പെട്ടെന്ന് വരും, ജോലിയും പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇത് SSCയുടെ എല്ലാ എക്സാമുകളുടെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരുമോ വരില്ലേ എന്നുള്ള കൺഫ്യൂഷനൊന്നും നമുക്ക് വേണ്ട. ഉറപ്പായിട്ടും നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നാണ്? ജൂൺ 26-നാണ്. എന്ന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും? ജൂലൈ 25-ന് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെപ്റ്റംബർ ഒക്ടോബറിലായിരിക്കും പരീക്ഷ. ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 2-3 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏപ്രിൽ 15-ാം തീയതി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിച്ചോളൂ. ഒരു ഏപ്രിൽ 15-ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയാലും സെപ്റ്റംബർ 1 വരെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഏകദേശം 140 ദിവസങ്ങളുണ്ട്. ഓക്കെ, ഏപ്രിൽ 15 മുതൽ സെപ്റ്റംബർ 1 വരെ നോക്കിയാൽ പോലും നമുക്ക് 140 ദിവസങ്ങളുണ്ട്.
നമ്മുടെ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങളുടെ പേരിലോ നമുക്കൊരു അസുഖം വന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് 20 ദിവസം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെ 20 ദിവസം നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല, പക്ഷെ എന്നാലും അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കുക. എന്നാൽ പോലും മിനിമം നമ്മളുടെ ഫ്രണ്ടിൽ ഇനിയും 120 ദിവസങ്ങളുണ്ട്. അപ്പോൾ ഈ 120 ദിവസങ്ങൾ ഇഫക്റ്റീവായിട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ നിങ്ങൾക്ക് എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയണ്ടേ? 10ാം ക്ലാസ് യോഗ്യത, 10ാം ക്ലാസ് പാസ്സായ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 18 വയസ്സ് ആയിരിക്കണം ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 25 വയസ്സിനും 27 വയസ്സിനും ഇടയിലായിരിക്കും. അതായത് ഓരോ പോസ്റ്റുകൾക്ക് ഈ എക്സാമിൻ്റെ കീഴിൽ പല പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇതിനകത്ത് ഓരോ പോസ്റ്റുകളുടെയും ഏജ് ലിമിറ്റ് വ്യത്യസ്തമാണ്. എന്നാലും 25 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങൾ OBC കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടും. അതായത് 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് 30 വയസ്സാകുന്നത് വരെയും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സിമിലർലി SC/ST ആണെങ്കിൽ, SC/ST കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 5 വർഷത്തോളം ഏജ് റിലാക്സേഷൻ കിട്ടും. 5 വർഷത്തോളം ഏജ് റിലാക്സേഷൻ കിട്ടും. അത് തന്നെ വിഡോ, അതുപോലെ തന്നെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വുമൺ, എക്സ് സർവീസ്മെൻ, ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഏജ് റിലാക്സേഷൻ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ, ഏജ് റിലാക്സേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഏജ് ലിമിറ്റ് നോക്കി. ഇനി നമ്മൾ നോക്കാനുള്ളത് ഈ എക്സാം പാറ്റേൺ ആണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാൽ ഇതിൻ്റെ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് MTS മറ്റ് എക്സാമുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നതെന്നും അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി ക്രാക്ക് ചെയ്യാൻ ഈസി ആവുന്നതെന്നും. അപ്പോൾ MTSന് 2 സെഷനായിട്ടാണ് എക്സാം ഉണ്ടാവുക, സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടും ഒരു ദിവസം നടക്കുന്ന എക്സാമാണ്. അപ്പോൾ ഇതിനകത്ത് സെഷൻ 1 എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 സബ്ജക്റ്റുകളുടെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ആദ്യത്തേത് ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി, ബേസിക്കലി പറഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ്. പിന്നെ വരുന്നത് റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ്, അതായത് റീസണിങ്. ഈ മാത്സിൽ നിന്നും റീസണിങ്ങിൽ നിന്നും നമുക്ക് 20 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടാകുക. മാത്സിൻ്റെ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും, റീസണിങ്ങിൻ്റെ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക്. അപ്പോൾ മൊത്തം മാത്സിന് 60 മാർക്ക്, റീസണിങ്ങിന് 60 മാർക്ക്. ഈ സെക്ഷൻ 40 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്നത് 45 മിനിറ്റ് ആണ്. 40 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്നത് 45 മിനിറ്റ് ആണ്. ഇപ്പോൾ CGLൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 100 ക്വസ്റ്റ്യൻ 60 മിനിറ്റ്, ഇങ്ങനൊരു സമയമാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ 60 മിനിറ്റാണ് CGLനൊക്കെ കിട്ടുക. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ 40 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ തന്നെ നമുക്ക് 45 മിനിറ്റ് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സെഷൻ 2ലേക്ക് പോകും. സെഷൻ 2 എന്ന് പറയുമ്പോൾ ഇത് 2 ടയർ അല്ല, ഞാൻ പറഞ്ഞു ഒരേ ദിവസം തന്നെ നടക്കുന്ന എക്സാമാണ്, അത് 2 പാർട്ടായിട്ട് നടക്കുന്നതെന്ന് മാത്രം. സെഷൻ 2ലേക്ക് പോകുമ്പോൾ അവിടെ ജനറൽ അവയർനെസ് ഉണ്ട്. അതായത് ഇവിടെ GK, GS, കറണ്ട് അഫയേഴ്സ് എല്ലാം വരും. ജനറൽ നോളേജ് വരും, ജനറൽ സയൻസ് വരും, കറണ്ട് അഫയേഴ്സ് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 25 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എഗെയിൻ ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ്. അപ്പോൾ 75 മാർക്കിനാണ് GK ചോദിക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, ഇംഗ്ലീഷിലും 25 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ച് മൊത്തം 75 മാർക്കിനാണ് എക്സാം വരിക. അതായത് ഈ സെഷൻ മൊത്തത്തിൽ നടക്കുന്നത് 150 മാർക്കിനായിരിക്കും. ഓക്കെ, 150 മാർക്കിനായിരിക്കും. ഈ സെഷനിൽ 50 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഗെയിൻ കിട്ടുന്നത് 45 മിനിറ്റ് ആണ്. 50 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എഗെയിൻ കിട്ടുന്നത് 45 മിനിറ്റ് ആണ്. ഇതിനകത്തെ സെഷൻ 1ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്വാളിഫയിങ് നേച്ചറാണ്. സെഷൻ 1ൻ്റെ അതായത് മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും മാർക്ക് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കാൻ വേണ്ടി പരിഗണിക്കില്ല. എന്തു മാത്രമേ ചെയ്യൂ, ഒരു നിശ്ചിത മാർക്ക് നിങ്ങൾ വാങ്ങണം എന്ന് പറയും അല്ലേ. മാത്സിനും റീസണിങ്ങിനും ഒരു നിശ്ചിത മാർക്ക് നിങ്ങൾ വാങ്ങണം, ഒരു കട്ട് ഓഫ് തീരുമാനിക്കും.
അതിന് മുകളിലേക്കുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അത് ക്വാളിഫയിങ് ആണെങ്കിലും അവർ പറയുന്ന കട്ട് ഓഫ് നമ്മൾ കടക്കണം. അതായത് ഇപ്പോൾ പാസ് മാർക്ക് എന്ന് പറയില്ല, ആ പാസ് മാർക്ക് നമ്മൾ നിർബന്ധമായിട്ടും കടന്നിരിക്കണം. പക്ഷേ അതിന് മാർക്ക് ഇപ്പോൾ എന്താ പറയുക, ഇവിടെ ഇപ്പോൾ 120 മാർക്കിനാണ് എക്സാം, 40 മാർക്കാണ് കട്ട് ഓഫ് എങ്കിൽ 40 മാർക്ക് വാങ്ങിയവനും 119 മാർക്ക് വാങ്ങിയവനും 120 മാർക്ക് വാങ്ങിയ ആൾക്കും ഒരേ വെയിറ്റേജ് ആണ് ഉണ്ടാവുക. ക്വാളിഫയിങ് നേച്ചറാണെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, സെഷൻ 1-ന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല അല്ലേ? നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, ഓർത്ത് വയ്ക്കുക. സെഷൻ 1-ന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇനി സെഷൻ 2-ലേക്ക് വരുമ്പോൾ മൊത്തം 50 ക്വസ്റ്റ്യൻ ആണ്, 150 മാർക്കിനാണ് എക്സാം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നത് 45 മിനിറ്റ് ആണ്. എഗെയിൻ നമുക്കറിയാം GK ക്വസ്റ്റ്യനും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ചെയ്യാൻ വേണ്ടി നമുക്ക് കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് സമയം മതി അല്ലേ? ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് ആൻസർ അറിയാമെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ഓപ്ഷൻ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പ്രോബ്ലം ചെയ്യാനോ ഒന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിൽ കൂടുതലാണ്. 40 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് 45 മിനിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ സെഷൻ 2-ന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. സെഷൻ 2-ന് എന്താവും? നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്, ഒരു ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ എക്സാം പാറ്റേൺ നമുക്ക് ക്ലിയർ ആയി. എക്സാം പാറ്റേൺ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇനി അറിയേണ്ടത് എന്താണ്? ഈ എക്സാമിൻ്റെ സിലബസ് ആണ്. സിലബസും കൂടെ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പറ്റുന്ന പോലെ ഒരു സ്ട്രാറ്റജി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ നമുക്കിനി എന്തറിയണം? നമുക്ക് ഈ എക്സാമിൻ്റെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ റാങ്ക് തീരുമാനിക്കുന്ന സബ്ജക്റ്റുകളിൽ ഒന്നാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിന് 2 പാർട്ടുണ്ട്, വൊക്കാബുലറിയും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാമർ പാർട്ടും ഉണ്ട്. വൊക്കാബുലറിയും ഉണ്ട്, ഗ്രാമർ പാർട്ടും ഉണ്ട്. ആദ്യം നമുക്ക് സിലബസ് നോക്കാം, അതിനുശേഷം നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജി നമുക്ക് കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഇംഗ്ലീഷിൽ വൊക്കാബുലറിയും ഉണ്ട്, ഗ്രാമർ പാർട്ടും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷനും സെൻറ്റൻസ് സ്ട്രക്ചറിൻ്റെയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ അതിനകത്ത് ആൻറ്റണിംസ്, സിനണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, സ്പെല്ലിംഗ് കറക്ഷൻസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒക്കെ ഉണ്ടാവും. ഗ്രാമർ പാർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് പാർട്സ് ഓഫ് സ്പീച്ച് വരും, ടെൻസസ് വരും, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് വരും, ആർട്ടിക്കിൾസ് വരും, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് വരും, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇത്രയും കാര്യങ്ങളായിരിക്കും വരിക. ഇനി നമ്മൾ നോക്കുന്നത് മാത്സിൻ്റെയും അതുപോലെ തന്നെ GKയുടെയും റീസണിങ്ങിൻ്റെയും ഒക്കെ സിലബസ് ആണ്. GKയുടെ പ്രത്യേകത, GK വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്, വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വരുന്നത് കറണ്ട് അഫെയർസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരും, ജനറൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരും, ജനറൽ നോളേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരും, അതുപോലെ തന്നെ സ്റ്റാറ്റിക് GKയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റാറ്റിക് GKയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ എക്കണോമിക്സ്, പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, ഇത്രയും ഏരിയ ആയിരിക്കും നമുക്ക് മെയിനായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക. ബാക്കി കറണ്ട് അഫെയർസ് അതുപോലെ തന്നെ സ്റ്റാറ്റിക് GKയിൽ നിന്നൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഞാൻ കുറച്ച് പറഞ്ഞു തരാം. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഇത്രയും ഏരിയ കവർ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് ഇമ്പോർട്ടൻ്റ് ഓർഗനൈസേഷൻസ്, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ന്യൂസ്, സ്പോർട്സ്, ഗവൺമെൻറ് സ്കീംസ്, അപ്പോയിൻമെൻറ്റ്സ് അല്ലെങ്കിൽ റെസിഗ്നേഷൻസ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആൻഡ് തീംസ്, ഫസ്റ്റ് ഇൻ ഇന്ത്യ, ഇമ്പോർട്ടൻറ്റ് ഇൻവെൻഷൻസ് ആൻഡ് ഇൻവെൻറ്റേഴ്സ്, ക്യാപിറ്റൽസ് ആൻഡ് കറൻസീസ്, ഗവൺമെൻറ് സ്കീംസ്, നമ്മൾ പറഞ്ഞല്ലേ ഗവൺമെൻറ് സ്കീംസ്, പിന്നെ സെൻസസിൻ്റെ കീ ഫാക്ട്സ്, 2011 സെൻസസ് ഒക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. പിന്നെ നോബൽ പ്രൈസ് വിന്നേഴ്സ്, ഇന്ത്യൻ ഫെസ്റ്റിവൽസ്, ഡാൻസ് ഫോംസ്, പിന്നെ അവാർഡ്സ്, പത്മ അവാർഡ്സ് പോലുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷമാണ് ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ പോവേണ്ടത്. കാരണം ഇത്രയും ഏരിയാസ് നിങ്ങൾ ക്ലിയർ ആക്കിയാൽ തന്നെ ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഇംഗ്ലീഷും GKയും മാത്സും റീസണിങ്ങും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചെങ്കിലും എഫേർട്ട് കൂടുതൽ ഇടേണ്ടി വരുന്നത് GKയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. കാരണം നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ വാസ്റ്റാണ്. ബാക്കി മാത്സും റീസണിങ്ങും എല്ലാം വളരെ കുറവ് സമയം കൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. സോ ഇനി മാത്സിലേക്ക് വരുന്ന സമയത്ത് നമുക്കുള്ള ടോപ്പിക്കിൽ വരുന്ന മെയിനായിട്ടുള്ള
ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ HCM LCF വരുന്നുണ്ട്, ബേസിക് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് വരുന്നുണ്ട്, ബോർഡ് മാസ്, പെർസെൻറ്റേജ്, റേഷ്യോ പ്രപ്പോർഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻവേഴ്സ് പ്രപ്പോർഷൻസ്, ആവറേജ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, മെൻഷുറേഷൻ, ഡിസ്റ്റൻസ് ആൻഡ് ടൈം നമ്മൾ പറഞ്ഞു. പിന്നെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ തുടങ്ങിയ ഏരിയാസിൽ നിന്നാണ് നമുക്ക് മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരിക. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് CGL-ന് ചോദിക്കുന്ന അഡ്വാൻസ്ഡ് മാത്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചില പേപ്പേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ട്രിഗ്നോമെട്രി ഉണ്ട്, അതുപോലെ തന്നെ ഓൾജിബ്ര ഉണ്ട്. ഇതൊന്നും തന്നെ നമുക്ക് MDSന് അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, ഇനി റീസണിങ്ങിലേക്ക് വരുന്ന സമയത്ത് റീസണിങ് ബേസിക് ആയിട്ടുള്ള സിലബസ് ആണ്. ആൽഫ ന്യൂമറിക്കൽ സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, അനലോഗി, ഡയറക്ഷൻസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ്, പാരാജംപ്ലിംഗ് വരും. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് ആൻഡ് അനാലിസിസ്, നോൺ വെർബൽ റീസണിങ് ബേസ്ഡ്, ഡയഗ്രാംസ് ബേസ് ചെയ്തിട്ടുള്ള നോൺ വെർബൽ റീസണിങ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസ് പ്രൈമറിലി നമുക്ക് നോക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഇനി ഓരോന്നും എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഡെയിലി വൊക്കാബ് ഉണ്ട്, അതുപോലെ തന്നെ ഡെയിലി ഗ്രാമർ ഉണ്ട്. നമുക്ക് എന്തൊക്കെയുണ്ട്? വൊക്കാബും ഉണ്ട്, ഗ്രാമറും ഉണ്ട്. അപ്പോൾ വൊക്കാബിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാം. നിങ്ങൾ ഡെയിലി വൊക്കാബുലറിയും പഠിക്കണം. നമ്മുടെ റാങ്ക് തീരുമാനിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെയും GK-യുടെയും മാർക്കാണ്. അത് രണ്ടും നമ്മൾ നല്ല സ്ട്രോങ് ആക്കണം. അപ്പോൾ വൊക്കാബും ഉണ്ട്, ഗ്രാമറും ഉണ്ട്. ഈ വൊക്കാബും ഗ്രാമറും നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൊക്കാബുലറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്കുകൾ ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. അത്യാവശ്യം പ്രീവിയസ് ഇയർ ചോദിച്ച ഓൾമോസ്റ്റ് എല്ലാ വൊക്കാബും ഒന്നിച്ച് വെച്ചിട്ടുള്ള നല്ലൊരു ബുക്കാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വൊക്കാബും ഗ്രാമറും ഒക്കെ ഒന്നിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നീതു സിംഗ് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. നീതു സിംഗ് എന്ന് പറയുന്ന ഓതറിൻ്റെ ഒരു ബുക്കുണ്ട്. ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ബുക്കുകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? വൊക്കാബ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങളൊരു 100 ആൻ്റണിയും 100 സിനണിം, അതുപോലെ തന്നെ 100 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ ഒരു ദിവസം വെച്ച് പഠിക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഞാനിതൊരു ആവറേജ് ആണ് പറയുന്നത്, കാരണം നമ്മുടെ ഫ്രണ്ടിൽ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇനി അതല്ല, നിങ്ങൾക്ക് ഇത്രയും പഠിക്കാനുള്ള സമയമില്ല, നിങ്ങൾ വർക്കിംഗ് ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ എപ്പോഴും ഒരു ഷെഡ്യൂൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ വേണം. കാരണം നിങ്ങൾക്ക് എത്ര സമയം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ശരിക്കും ചിലപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടുജോലികൾ ചെയ്യാനുള്ള ആൾക്കാരായിരിക്കും, അല്ലേ, മറ്റു കാര്യങ്ങളിൽ ഇടപെടേണ്ടവരായിരിക്കും. ചിലപ്പോൾ ഫുൾ ടൈം ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫുൾ ടൈം ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത്രയും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഗ്രാമറിലേക്ക് വരുമ്പോൾ ആദ്യം നിങ്ങൾ ബേസിക് ഗ്രാമർ, ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾ ഏതെങ്കിലും ഈ നീതു സിംഗിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടോ, അതല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള മെറ്റീരിയൽ വെച്ചിട്ടോ ഒക്കെ ബേസിക് ഗ്രാമർ നിങ്ങൾ പഠിക്കുക. ബേസിക് ഗ്രാമർ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നത് 30 ദിവസമാണ്. നമ്മുടെ ഫ്രണ്ടിൽ ആകെയുള്ളത് ഒരു 120 മുതൽ 140 വരെ ദിവസമാണെങ്കിൽ അതിൽ 30 ദിവസം മാത്രമേ നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കാവൂ? ബേസിക് ഗ്രാമർ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാവൂ. ബാക്കി സമയം മൊത്തം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുമാണ്. എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. ബ്ലാക്ക് ബുക്കിലെ വൊക്കാബ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയമനുസരിച്ച്, നിങ്ങൾക്ക് മെമ്മറി റിട്ടൻഷൻ അനുസരിച്ചുമൊക്കെ എത്ര പഠിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. 50എങ്കിൽ 50, 100എങ്കിൽ 100. പക്ഷേ ആൻ്റണിംസും സിനോണിംസും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസും നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇഡിയംസും ഉണ്ട് കേട്ടോ, ഇഡിയംസും ഉണ്ട്, ഇഡിയംസ് ആൻഡ് ഫ്രേസസും ഉണ്ട്. ഇതും പഠിച്ചെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക നിങ്ങളുടെ എബിലിറ്റി അനുസരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചേ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇന്ന് 100 ആൻ്റണിയും 100 സിനോണിം പഠിക്കും, നാളെ 100 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസും 100 ഇഡിയംസും പഠിക്കും. അങ്ങനെ ഉറപ്പിക്കാം. പക്ഷേ ഈ ആൻ്റണിമും സിനോണിമുമാണ് കുട്ടികൾക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസും ഇഡിയംസും പഠിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ പെയർ ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 ആൻ്റണിമും അതുപോലെ തന്നെ 100 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും ഒരു ദിവസം പഠിക്കാം. അടുത്ത ദിവസം എന്ത് ചെയ്യണം? 100 സിനണിമും അതിൻ്റെ കൂടെ തന്നെ 100
ഇഡിയംസും പഠിക്കണം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ പഠിക്കാം. പക്ഷെ ഉറപ്പിക്കേണ്ട കാര്യം ഇത് നിങ്ങൾ ഡേ 1 ഇത്രയും പഠിച്ചു. ഡേ 2 പോകുമ്പോൾ ആദ്യം ഇത് വായിച്ച് റിവിഷൻ ചെയ്തതിന് ശേഷം മാത്രം വേണം നിങ്ങൾ ഇത് പഠിക്കാൻ. അടുത്ത ദിവസം വീണ്ടും എന്ത് ചെയ്യണം, ഇത് രണ്ടും റിവിഷൻ ചെയ്തതിന് ശേഷം വേണം ഡേ 3 പഠിക്കാൻ. കാരണം വൊക്കാബ് നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. പക്ഷെ എക്സാമിന് ഗ്രാമർ പോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വൊക്കാബിൽ നിന്നും വരും. അപ്പോൾ അതുകൊണ്ട് വൊക്കാബ് നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കുറച്ച് വൊക്കാബ്സ് പഠിച്ച് ഒരു സമയം ആയതിനു ശേഷം നിങ്ങൾ മോക്ക് ചെയ്ത് തുടങ്ങി. ഇവിടുത്തെ ഒരു മാസം കൊണ്ട് നിങ്ങൾ കുറേ വൊക്കാബ് കവർ ചെയ്യും. ഓക്കെ, ഈ ഗ്രാമർ പഠിക്കുന്ന ഒരു മാസം കൊണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മോക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അതിനകത്ത് ഗ്രാമറിൻ്റെ മോക്കും കാണും, വൊക്കാബിൻ്റെ ക്വസ്റ്റ്യൻസും കാണുമല്ലോ. വൊക്കാബിൻ്റെ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസർ കറക്റ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ ഓപ്ഷൻസ് എടുത്ത് വെച്ചിട്ട് ആ ഓപ്ഷൻസിൻ്റെ മീനിങ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഓപ്ഷൻസും കൂടെ പഠിച്ചു പോകുന്നെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇംഗ്ലീഷ് വൊക്കാബുലറി ലാസ്റ്റ് ഡേ വരെയും നിങ്ങൾക്ക് പഠിക്കാം, ലാസ്റ്റ് ഡേ വരെയും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം. ജനറൽ ഗ്രാമർ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ എഗെയിൻ പറയുന്നു, ഈ 100 എന്നുള്ളത് നിങ്ങൾ 100 തന്നെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ടൈമും എബിലിറ്റിയും അനുസരിച്ച് 50 എണ്ണം വീതം പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഡെയിലി പഠിക്കുന്നുണ്ട്, ഒരു ടാർഗറ്റ് വെച്ച് പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അടുത്ത് നമ്മൾ നോക്കുന്നത് ജനറൽ നോളേജ് ആണ്. ജനറൽ നോളജിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് വരുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അതിന് നിങ്ങൾക്ക് ഒന്നുകിൽ കറണ്ട് അഫയേഴ്സിൻ്റെ 1 ലൈനേഴ്സ് വാങ്ങിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മന്ത്ലി കമ്പൈലേഷൻസ് കിട്ടും. മന്ത്ലി കമ്പൈലേഷൻസ് കിട്ടും, PDF ആയിട്ടൊക്കെ അവൈലബിൾ ആണ്. ഈ മന്ത്ലി കമ്പൈലേഷൻസ് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് നിങ്ങൾക്ക് പഠിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ വീക്ക്ലി കമ്പൈലേഷൻസ് പഠിക്കാം. വീക്ക്ലി കമ്പൈലേഷൻസ് പഠിക്കാം. എഗെയിൻ ഇതും നിങ്ങൾ റിവിഷൻ നടത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കീ ഫാക്ടേഴ്സ് എഴുതി വെക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് മന്ത്ലി കമ്പൈലേഷൻസ് പഠിക്കുക, അതിനുശേഷം അത് 1 ലൈനേഴ്സ് ഒക്കെ വെച്ചിട്ട് റിവിഷൻ ചെയ്യുക. മിനിമം ഒരു 1.5 വർഷം മുന്നേ വരെയുള്ള നിങ്ങളുടെ എക്സാം നടക്കുന്ന സമയത്തിന് 1.5 വർഷം മുന്നേ ഉള്ള കറണ്ട് അഫയേഴ്സ് വരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സബ്ജക്റ്റുകളുണ്ട് അല്ലേ. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്. ഇതിൻ്റെയൊക്കെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ബേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ഒന്നുകിൽ നമുക്ക് സയൻസോ അല്ലെങ്കിൽ ആർട്സിൻ്റെ മറ്റ് സബ്ജക്റ്റുകളോ ഏതെങ്കിലും ഒന്നിന് നമുക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടാവും. എന്നാലും അതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യുക. ഇനി ഇത്രയും കാര്യങ്ങൾ മൊത്തം നമ്മളെ കൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ലൂസൻ്റ് പോലെയുള്ള ബുക്കോ, ലൂസൻ്റ് പോലെയുള്ള അല്ലെങ്കിൽ തരുൺ ഗോയലിൻ്റെ ബുക്ക്, തരുൺ ഗോയൽ എന്ന് പറയുന്ന ഒരാളുടെ ഓതറിൻ്റെ ബുക്കുണ്ട്. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് ബേസിക് നിങ്ങൾ പഠിക്കാൻ നോക്കുക. ബേസിക്സ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കവർ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും യൂട്യൂബ് ചാനലൊക്കെ എടുത്തിട്ട് അവരുടെ മാരത്തോൺസ്, ചിലപ്പോൾ സബ്ജക്റ്റ് വൈസ് മാരത്തോൺസ് കാണും. അതായത് ഒരു 10 hours കംപ്ലീറ്റ് ഹിസ്റ്ററി, ഇങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസ് കാണാം. ഇങ്ങനത്തെ ഏതെങ്കിലും വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ഈ സബ്ജക്റ്റിൻ്റെ എല്ലാം ബേസ് ഉണ്ടാക്കി എടുക്കണം. ഇങ്ങനെ ബേസ് ഉണ്ടാക്കി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് റിവിഷൻ ചെയ്യാം. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം, പിന്നെ മോക്കിലേക്ക് കടക്കാം. GKയുടെ പ്രത്യേകത നമ്മൾ സബ്ജക്റ്റിൽ ബേസ് ഉണ്ടാക്കാതെ മോക്ക് ഡയറക്റ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. നിങ്ങൾ സിലബസ് വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നോട്ട്സ് എന്ത് ചെയ്യുക, എഴുതി പോവുക. വളരെ ഭംഗിക്ക് വൃത്തിയായിട്ടൊന്ന് നോട്ട് എഴുതി നിങ്ങൾ സമയം കളയരുത്. നല്ല രീതിയിൽ നോട്ട്സ് എടുക്കുന്നൊരു നല്ല കാര്യമാണ്, പക്ഷേ നമ്മുടെ ഫ്രണ്ടിൽ ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോട്ട് ജസ്റ്റ് സ്ക്രിബിൾ ചെയ്തെടുക്കുക. അതിനുശേഷം ആ വീഡിയോ തന്നെ കുറച്ച് സ്പീഡ് കൂട്ടി 2x-ലോ 1.5x-ലോ ഒക്കെ ഇട്ടിട്ട് കേട്ട് ഈ നോട്ടും കൂടെ വെച്ച് നോക്കി റിവിഷൻ ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഹൈലൈറ്റോ അണ്ടർലൈനോ ചെയ്യുക. അത്രയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഏകദേശം പഠിക്കും. അതിനുശേഷം എന്ത് ചെയ്യണം, ഓരോ ഏരിയയിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം. ഓരോ ഏരിയയിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം. ശേഷം നിങ്ങൾ മോക്കിലേക്ക് കടക്കണം. മോക്ക് ചെയ്യുമ്പോഴും ചിലപ്പോൾ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ എത്ര പഠിച്ചാലും പല ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാത്തത്, നമുക്കറിയാത്ത കാര്യങ്ങൾ വരും. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഈ നോട്ടിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക.
അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ നോട്ടിലേക്ക് ആഡ് ചെയ്ത് പോവുക, എന്നിട്ട് അത് ചേർത്ത് വെച്ച് പഠിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ കണ്ടൻറ്റ് എൻറിച്ച് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇനിയുള്ളൊരു 120 ഡേയ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും SSC MTSൽ നല്ലൊരു റാങ്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് എന്താ പറയുക, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ സെർച്ച് ചെയ്തെടുത്ത് പഠിക്കാനുള്ളൊരു സമയമില്ല, നിങ്ങളെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ പറഞ്ഞു തരാൻ വേണ്ടി ഒരു ഫാക്കൽറ്റിയുടെ ആവശ്യമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമി പുതിയ കോഴ്സ് MTSന് വേണ്ടിയിട്ട് മാത്രം ലോഞ്ച് ചെയ്യുന്നുണ്ട്. MTSന് വേണ്ടി മാത്രം നമ്മളൊരു പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സാധാരണ എല്ലായിടത്തും CGLൻ്റെ കോഴ്സിൻ്റെ കൂടെ നിങ്ങൾ അതെടുത്ത് പഠിച്ചോളൂ, നിങ്ങൾക്ക് MTSും എഴുതാമെന്നുള്ള രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് MTS എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ബാച്ചാണ്. കാരണം നിങ്ങൾക്ക് ഈ സിലബസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും, CGLന് മാത്സിനും റീസണിങ്ങിനുമുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് MTSനില്ല. അപ്പോൾ മാത്രമല്ല CGLന് ചോദിക്കുന്ന അത്ര ഹയർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് MTSന് ചോദിക്കാറില്ല. MTSന് ചോദിക്കുന്ന ടൈപ്പ് വേറെയാണ്. അത് പഠിച്ച സമയം കളയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് GK പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, കാരണം ഇവിടുത്തെ റാങ്ക് തീരുമാനിക്കുന്നത് GKയും ഇംഗ്ലീഷുമാണ്. ഇത് രണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള സമയമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് MTSന് വേണ്ടി എങ്ങനെ പഠിക്കണം, GKക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കണം, ഇംഗ്ലീഷിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കണം, മാത്സ് ബേസിക്സ് അറിഞ്ഞിരിക്കണം, റീസണിങ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റണം. ഈ രീതിയിൽ MTSന് വേണ്ടി സ്പെഷ്യലായിട്ടൊരു സ്ട്രാറ്റജിയോട് കൂടി പുതിയ ബാച്ചാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാച്ചിലെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാസം 22-ാം തീയതിയാണ്, 22 ഏപ്രിൽ മുതൽ ഈ ബാച്ചിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ നമുക്കറിയാമല്ലേ, നമുക്ക് വിഷു ഒക്കെ വരുവാണ്, വിഷു ഈസ്റ്റർ ഒക്കെ വരുന്നത് പ്രമാണിച്ച് വിഷു ഈസ്റ്റർ ഏർലി ബേർഡ് ഓഫർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വിഷു ഈസ്റ്റർ ഏർലി ബേർഡ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി തന്നെ ഞാൻ പറയട്ടെ, വളരെ ചെറിയൊരു എമൗണ്ടിനാണ് ഈ സ്പെഷ്യലൈസ്ഡ് കോഴ്സ്, നിങ്ങൾക്ക് എക്സാം വരെ ക്ലാസ് കിട്ടുന്ന ഈ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കോഴ്സിലെ ഏർലി ബേർഡ് ഓഫറായിട്ട് വരുന്ന വിഷു, അതായത് 14-ാം തീയതി മുതൽ 21-ാം തീയതി വരെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ, ഏപ്രിൽ 14 മുതൽ 21 വരെ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 റുപ്പീസ് ഓഫർ ഉണ്ടായിരിക്കും കേട്ടോ. 1000 റുപ്പീസ് ഓഫർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓൺലൈൻ നമ്പറിലേക്ക് ജസ്റ്റ് വിളിച്ചാൽ മതി. അവർ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് ആ നമ്പറും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, നമ്പർ ആവശ്യമുള്ളവർ ജസ്റ്റ് നോട്ട് ചെയ്തെടുത്തോളൂ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓഫറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഓൺലൈൻ്റെ നമ്പർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8075753676 8075753676. അല്ലെങ്കിൽ മറ്റൊരു നമ്പറുണ്ട് 702615062 70126156062. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഈ 2 നമ്പറാണ് നമുക്കുള്ളത്. 8075753676 എന്ന നമ്പറും 70126156062 ഈ 2 നമ്പറാണ് നമുക്കുള്ളത്. ഇതിലേത് നമ്പറിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഏത് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും അവർ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. MTSന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോഴ്സാണ്. 22-ന് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ടൈം പീരീഡ് 14-നും 21-നും ഇടയിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ആ സമയത്ത് ഇത്രയും നല്ല ഓഫർ നിങ്ങൾക്ക് ഇനി കിട്ടില്ല. ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച് ആയതുകൊണ്ടാണ്. നിങ്ങൾ ആവശ്യമുള്ളവർ അങ്ങനെ പഠിക്കുക. ഇനി അത് അഫോർഡ് ചെയ്യാൻ, കോഴ്സ് തീരെയും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ട് പഠിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് കൂടുതൽ എഫേർട്ട് നിങ്ങൾ ഇടുക. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പഠിക്കുന്നത് കൊണ്ട് കുറച്ച് കൂടുതൽ എഫേർട്ട്സ് ഇടുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്ടാണ്. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനായാലും ഓൺലൈനായാലും ഓഫ്ലൈൻ ആയാലും ഒക്കെ നമുക്ക് പഠിപ്പിച്ച് തരാനേ പറ്റൂ. നിങ്ങൾ ആണ് പഠിക്കുന്നത്, നിങ്ങളുടെ എഫേർട്ടാണ് നിങ്ങളുടെ റിസൾട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഉടനെ എക്സാം ഉണ്ടാവും. ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക, കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ നോക്കി ചെയ്യുക. നല്ലോണം പഠിക്കുക. ഹാപ്പി ലേണിംഗ്. ഹാവ് എ നൈസ് ഡേ. ബൈ.